السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. إن الله يحب التوابين ويحب المتطهرين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിലെ ആരാധനകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും ഉണ്ടാക്കുകയും മനുഷ്യൻ്റെ മനസ്സിൽ തഖ്വ ഉണ്ടാക്കുകയും അവൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സർവ്വമാലിന്യങ്ങളിൽ നിന്നും സർവ്വ ദുഷ്ടചിന്തകളിൽ നിന്നും മനസ്സിനെ പരിശുദ്ധമാക്കുക എന്നാണ് എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം എന്നുള്ളത്. വിശുദ്ധ ഇസ്ലാം മനസ്സിനെ പരിശുദ്ധമാക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ ശരീരവും ശുദ്ധമായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇന്ന് നമ്മൾ കാലവർഷം ശക്തമാവുകയും മാരകമായ പനികളും പകർച്ചവ്യാധികളും ബാധിച്ചുകൊണ്ട് മനുഷ്യർ മരണപ്പെടുകയും മഴക്കാലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഇസ്ലാം സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് സാന്ദർഭികമായിരിക്കുമെന്ന് തോന്നുകയാണ്. ഒരു മനുഷ്യൻ്റെ ശുചിത്വം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സാമൂഹിക ആരോഗ്യം എന്നീ രംഗത്തെല്ലാം തന്നെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിലെ ആരോഗ്യ നിർദ്ദേശങ്ങൾ ഒരു വിശ്വാസിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസിയുടെ ആരാധനകൾ വൃത്തിയോടും ശുദ്ധിയോടും കൂടിയാണ് നിർവഹിക്കേണ്ടത്. പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരം എല്ലാവിധ അശുദ്ധികളിൽ നിന്നും ശുദ്ധമായതിനു ശേഷമേ നിർവഹിക്കാൻ പാടുള്ളൂ. വുളു വേണം. കുളി നിർബന്ധമായ ആളുകളാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ നമസ്കരിക്കാൻ പാടുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം തൗബയിലെ 108-ാമത്തെ വചനത്തിൽ പള്ളിയെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ, പള്ളിയിൽ ആരാധിക്കാൻ വരുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ആ പള്ളിയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുഹിബ്ബൂന അൻ യതതഹറു, പരിശുദ്ധരായിരിക്കുവാൻ, ശുദ്ധിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ആ പള്ളിയിൽ ഉള്ളത് എന്നാണ്. അപ്പോൾ ശുദ്ധിയായിരിക്കുക, വ്യക്തി ശുചിത്വവും
പരിസര ശുചിത്വവും സാമൂഹിക ശുചിത്വവും ഒക്കെ തന്നെ, സാമൂഹിക ആരോഗ്യവും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഇസ്ലാം നിർവചിച്ച് അതിൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് ആ രാജ്യത്തിലെ പൗരന്മാരുടെ മൗലിക അവകാശമായിട്ടാണ് നിശ്ചയിച്ചത്. അവൻ്റെ അവകാശമാണ് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ ഇസ്ലാം അതിൽ നിന്നും ഒരുപടി മുന്നോട്ട് പോയിട്ട് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ശുചിത്വം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തഹൂറു ഷത്റുൽ ഈമാൻ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പാതിയാണ് ശുചിത്വം പാലിക്കുക എന്നുള്ളത്. മാത്രവുമല്ല, അങ്ങനെ ശുചിത്വം പാലിക്കുന്ന ആളുകളെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നുവെന്ന് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 222-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തൗവാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്ന ആളുകളെയും, തെറ്റുകൾ വന്നുപോയാൽ അതിൽ നിന്നും ഖേദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി തൗബ ചെയ്യുന്ന ആളുകളെയും, പരിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വയുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയാക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. മാത്രവുമല്ല, അള്ളാഹു ആരോഗ്യം എന്നുള്ളത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്. മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് രോഗമില്ലാത്തൊരവസ്ഥ. രോഗമില്ലാതെ ജീവിക്കുവാൻ കഴിയുക, ആരോഗ്യത്തോടെ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത്. ആരോഗ്യം എന്നുള്ളത് നമുക്ക് നമ്മുടെ കുടുംബം പുലർത്താൻ ആരോഗ്യം ആവശ്യമാണ്. അധ്വാനിക്കണം. അള്ളാഹുവിന് ആരാധന നടത്താൻ നമ്മൾക്ക് ആരോഗ്യം വേണം. സാമൂഹ്യ സേവനത്തിന് ആരോഗ്യം വേണം. രോഗബാധിതൻ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അന്ത്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. 3 അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ അവൻ്റെ ഭൗതിക ലോകത്തിലെ മുഴുവൻ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചതുപോലെയാണ് റസൂൽ പറഞ്ഞു. മൻ അസ്ബാ മിൻകുൻ ആമിനും ഫീ സിർബിഹി, നിങ്ങൾ ആരെങ്കിലും അവൻ്റെ താമസിക്കുന്ന സ്ഥലത്ത്, അവൻ്റെ ഗോത്രത്തിൽ അവൻ നിർഭയനായി അവന് ജീവിക്കാൻ കഴിയുന്നു എങ്കിൽ മറ്റുള്ളവർ ആക്രമിക്കപ്പെടുകയില്ല എന്നും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുകയില്ല എന്നും എനിക്കിവിടെ സുരക്ഷിതത്വമുണ്ടെന്നും തോന്നി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ, മുആഫൻ ബി ജസദിഹി, അവൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട് എങ്കിൽ, രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഇൻദഹു ഖൂത്ത യൗമിഹി, അവൻ അന്ന് ആഹാരിക്കാനുള്ള ആഹാരം അവൻ്റെ കയ്യിലുണ്ട് എങ്കിൽ. 3 കാര്യം റസൂലുള്ളാഹി പറഞ്ഞത്. 1, താമസിക്കുന്നിടത്ത് നിർഭയത്വമുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക, അവൻ്റെ ആഹാരം അവൻ്റെ കൈവശമുണ്ടായാൽ ഫകഅന്നമാ ഹീസത്തുലഹു ദുനിയ, ഭൗതിക ലോകം മുഴുവൻ അവന് ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയാണ് എന്നാണ്. വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആരോഗ്യത്തെ റസൂലുള്ളാഹി ഈ ഹദീസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അറബികൾക്കിടയിൽ ഒരു ആപ്തവാക്യമുണ്ട്. എന്താണത്? അസ്സിഹത്തു താജുൻ അലാ റൂസുൽ അസ്ഹാത്ത്, ആരോഗ്യവാന്മാരുടെ തലയിൽ ചാർത്തപ്പെട്ട ഒരു കിരീടമാകുന്നു ആരോഗ്യം എന്നുള്ളത്. ലാ യറാഹ ഇല്ലൽ മർല, ആ കിരീടം കാണാൻ സാധിക്കുക ആർക്കാണ്? നമ്മൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അത് രോഗികൾക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള ആളുകളുടെ തലയിൽ ചാർത്തപ്പെട്ട കിരീടം കാണുവാൻ കഴിയുക ആർക്കാണ്? രോഗമുള്ള ആളുകൾക്കാണ്. രോഗബാധിതനായി കിടക്കുമ്പോൾ, എഴുന്നേൽക്കാൻ കഴിയാതെ ശയ്യാവലംബിയായി കിടക്കുമ്പോൾ തന്നെ കാണാൻ വരുന്ന ആരോഗ്യവാന്മാരായ ആളുകളെ നോക്കിയിട്ട് അവൻ്റെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ, എൻ്റെ അതേ പ്രായത്തിലുള്ള ആളാണ്, എൻ്റെ അതേ വയസ്സാണ്, പക്ഷേ എന്താ അവനിതാ ആരോഗ്യത്തോടെ ചുറുചുറുക്കോടെ നടക്കുന്നു, ഞാനിവിടെ കിടക്കുകയാണ് എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അനുഗ്രഹം നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. ഈ അനുഗ്രഹം നിങ്ങൾ, ആരോഗ്യം എന്നുള്ള അനുഗ്രഹം നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. കാരണം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹമാണത്. നിഅമത്താനി മഗ്ബൂനും ഫീമ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും അതിൽ വഞ്ചിതരായി പോകും. ഏതാണ് 2 അനുഗ്രഹം? അസ്സിഹത്ത് വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവുമാണ്. ആരോഗ്യവും ഒഴിവു സമയവും കിട്ടിയാൽ ആളുകൾ ദുരുപയോഗപ്പെടുത്തുകയും അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ എന്താണ് ആരോഗ്യം എന്നുള്ളതിൻ്റെ നിർവചനം? രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് നമ്മൾ പറയാം. എന്നാൽ ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനമനുസരിച്ച് ആരോഗ്യം എന്നുള്ളത്
സമ്പൂർണമായി ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വെൽബീയിങ് അഥവാ ഒരു നല്ല അവസ്ഥ ഉണ്ടാവുക എന്നാണ്. ശാരീരികമായ നല്ല അവസ്ഥ ഉണ്ടാവണം, മാനസികമായിട്ടും സാമൂഹികമായുമുള്ള ഒരു സുസ്ഥിതി ഉണ്ടാവുന്നതിനെയാണ് ആരോഗ്യം എന്ന് പറയാം. അപ്പോൾ ഓരോ വ്യക്തിയുടെയും മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും സാമൂഹികമായ ആരോഗ്യവും ഏറ്റവും നല്ല അവസ്ഥയിലാകുമ്പോഴാണ് അയാൾ ആരോഗ്യവാനാണ് എന്ന് പറയുവാൻ സാധ്യമുള്ളൂ, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകൾ ആരോഗ്യവാന്മാരാണ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രംഗത്ത് ഈ ഒരു നിർവചനത്തിനുള്ളിൽ പെട്ടുകൊണ്ട് തന്നെ ഇസ്ലാം ഇതിന് വളരെ കൃത്യമായ ആരോഗ്യ നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി ശരീരശുദ്ധിയാണ്, അഥവാ വ്യക്തി ശുചിത്വമാണ് ഇസ്ലാം പറയുന്നത്. ഒരു വിശ്വാസി 5 നേരത്തെ നമസ്കാരത്തിനായി വൃത്തിയുള്ള ശരീരത്തോടുകൂടി വൃത്തിയുള്ള വസ്ത്രത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ നമസ്കരിക്കേണ്ടത് അങ്ങനെയാണ്. അശുദ്ധി ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? വലിയ അശുദ്ധി അഥവാ കുളിക്കേണ്ട കാരണമുള്ള ആളുകൾ അത് കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ നമസ്കരിക്കാൻ വരാൻ പാടുള്ളൂ. ചെറിയ അശുദ്ധി അഥവാ ഒഴിവെടുത്തതിന് ശേഷമേ നമസ്കരിക്കാൻ വരാൻ പാടുള്ളൂ. നമസ്കരിക്കുന്നതിൻ്റെ വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം, നമസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കണം, അവൻ്റെ ശരീരം ശുദ്ധിയുള്ളതായിരിക്കണം, മനസ്സ് ശുദ്ധിയുള്ളതാണോ അതിനെ പറയേണ്ട ആവശ്യമില്ല, അത് അതിൻ്റെ ഒരു നിർബന്ധ ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം ശുദ്ധിയുള്ളതായിരിക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖംസും മിനൽ ഫിത്ര, 5 കാര്യങ്ങൾ മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ്, അത് കൃത്യമായി അവൻ നിർവഹിക്കണം. ഒന്നെന്താണ്? അൽ ഖിതാൻ, ആൺകുട്ടികൾക്ക് അവർ മാർക്കം കഴിക്കുക, സുന്നത്ത് കഴിക്കുക എന്നുള്ളതാണ്. വൽ ഇസ്തിഹ്ദാദ്, ലൈംഗിക അവയവങ്ങളുടെ മുടികൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊന്ന് വഖസ്സു ഷാരിബ്, അവൻ്റെ മീശ അത് വെട്ടിക്കളയണം, ശരിപ്പെടുത്തണം എന്നുള്ളതാണ്. വത്തഖ്ലീമുൽ അളാഫിർ, മറ്റൊന്നുള്ളത് അവൻ്റെ നഖങ്ങൾ അവൻ മുറിക്കണം എന്നുള്ളതാണ്. വനതുഫുൽ ആബാത്ത്, അവൻ്റെ കക്ഷത്തിലെ രോമവും നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ്, അത് അവൻ കൃത്യമായി നിർവഹിക്കണം എന്നാണ്. അത് വളരെയധികം നീട്ടിക്കൊണ്ടുപോകരുത് എന്ന് റസൂലുള്ളാഹിയുടെ നിർദ്ദേശമുണ്ട്. 40 ദിവസത്തിലധികം നീട്ടൽ അത് കുറ്റകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു ഫാഷൻ ഇപ്പോൾ എന്താണ്? നഖം നീട്ടുക എന്നാണ്, നഖം മുറിക്കല്ല. ഇപ്പോൾ നഖം നീട്ടി വളർത്തുന്ന നഖങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ നഖങ്ങൾ നീട്ടി വളർത്തുന്ന സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ആരോ ധരിപ്പിച്ചു, ആരോ കാണിച്ചു കൊടുത്തൊരു ഫാഷനാണ്. അപ്പോൾ ഇസ്ലാം അത് പറയുന്നത് ഏത് ഫാഷൻ്റെ പേരിലാണെങ്കിലും നഖം നീട്ടി വളർത്തരുത്, അല്ലേ? അതേമാതിരി തന്നെ മനുഷ്യൻ അവൻ്റെ കക്ഷത്തിലെയും അവൻ്റെ ലൈംഗിക അവയവങ്ങളുടെയും മുടികളെല്ലാം അവൻ നീക്കം ചെയ്യണം എന്ന് തുടങ്ങിയ വളരെ വ്യക്തി ശുചിത്വത്തിന് അഭികാമ്യമായ ഏറ്റവും അത്യാവശ്യമായ നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തിൽ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ ദന്തശുദ്ധീകരണം, പല്ല് ശുദ്ധിയാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, സിവാക്കു മുത്ഹിറത്തുൻ ലിൽ ഫം വമർളാത്തുൽ റബ്ബ്, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. നിങ്ങൾ ബ്രഷ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വായക്ക് ശുദ്ധിയാക്കുന്നതാണ്, അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന കാര്യമാണ്. എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാവുകയില്ല എങ്കിൽ, എൻ്റെ സമൂഹത്തിന് പ്രയാസകരമാവുകയില്ല എങ്കിൽ എല്ലാ നമസ്കാരത്തിനും മുമ്പിലും വുളൂവിൻ്റെ മുമ്പായിട്ട് പല്ല് തേക്കണം, ബ്രഷ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അത് തന്നെ കുളിക്കുക, അതുപോലെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ശരീരം ശുദ്ധമാവാൻ വേണ്ടി കുളിക്കുക. അശുദ്ധികൾക്ക്, വലിയ അശുദ്ധിയുള്ളവന്, ആർത്തവ അതേമാതിരി പ്രസവരക്തമുള്ള സ്ത്രീകൾ അവരൊക്കെ കുളിച്ച് ശുദ്ധിയാവണം എന്നാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ കുളിക്കുക, പെരുന്നാൾ ദിവസങ്ങളിൽ കുളിക്കുക, എല്ലാ ദിവസങ്ങളിലും കുളിക്കുക, ഇതെല്ലാം ശരീരശുദ്ധിക്ക് അനിവാര്യമാണ്. ഇമാം ബുഖാരിയുടെ ഹദീസ് ആ വിഷയത്തിലുണ്ട്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യഗ്തസില ഫീ കുല്ലി സബ്അത്തി അയ്യാം. എല്ലാ വിശ്വാസിക്കും വളരെ അഭികാമ്യമായതാണ് 7 ദിവസങ്ങളിലും അവൻ കുളിക്കുക എന്നുള്ളത്.
അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മുടി ചീകി വെക്കുക. മൻ കാന ലഹു ഷഅറുൻ ഫൽയുക്രിംഹു. ഒരാൾക്ക് മുടിയുണ്ടെങ്കിൽ അതവൻ ചീകി ഒതുക്കി അതിനെ ആദരിക്കണം, അതിനെ ഒരു പാകപ്പെടുത്തി വെക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഈ മുടി വികൃതമാക്കുന്ന വികലമാക്കുന്ന കാലഘട്ടമാണ്. നമ്മളെ കുട്ടികളൊക്കെ മുടി വെട്ടുന്നത് കണ്ടാൽ, അവരുടെ മുടി കണ്ടാൽ അത് നമുക്കൊരു അറപ്പ് തോന്നും, എങ്കിലും അവർക്കത് ഒരു ഫാഷനാണ് എന്നാണ്. പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട് അതിനുള്ള കസൾ രൂപത്തിൽ മുടി വെട്ടുന്നത്. എന്താണ് കസൾ എന്ന് ചോദിച്ചവൻ പ്രവാചകൻ പറഞ്ഞു, മുടിയിൽ നിന്ന് അല്പം എടുക്കുകയും ബാക്കി ഒഴിവാക്കി കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. ചുറ്റുഭാഗത്തും വെട്ടി ബാക്കി ഒഴിവാക്കി കളയുക. ഇന്ന് യൂട്യൂബിൽ ഏറ്റവും ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബറുടെ മുടി, അവന് വളരെ വികൃതമായി മുടി വെട്ടി, അല്ലേ, അങ്ങനെ ആളെ ചിരിപ്പിക്കാൻ വേണ്ടി അശ്ലീലങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് ഫോളോവേഴ്സ് ഉള്ളത്. അത് കിട്ടാൻ വേണ്ടി ഇത് തോന്നിവാസം കാണിക്കാൻ ആളുകൾ തയ്യാറാകുകയാണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് മുടി ചീകി വെക്കാതെ പാറിപ്പടന്ന മുടിയുമായിട്ട് ഒരാൾ വന്നു. അത് അവൻ എണ്ണ തേച്ചിട്ടില്ല, ചീകി വെച്ചിട്ടില്ല, അങ്ങനെ പാറിപ്പറന്ന് വരികയാണ്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അമാ യജിദ് ഹാദാ മാ യുസക്കിനു ബിഹി ഷീറു. ഇയാൾ മുടി ഒന്ന് ചീകി വെക്കാനും ഒതുക്കി വെക്കാനും അല്പം എണ്ണയോ ഒന്നും ലഭിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ മുടി ചീകുക എന്നുള്ളത് പ്രവാചകൻ്റെ നിർദ്ദേശമാണ്. പ്രവാചകൻ്റെ മുടി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചിലപ്പോൾ മുടി ഒന്നായി നീട്ടിയിട്ട് ചെവിക്കുറ്റിയുടെ അകറ്റത്ത് അവിടെ ആ ലെവലിൽ വെച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പ്രവാചകൻ മുടി മുഴുവനും മുട്ടയടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്യാം, പക്ഷേ വികൃതമാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു നിർദ്ദേശമാണ് മലമൂത്ര വിസർജന രംഗത്ത് ശുചിത്വം പാലിക്കണം. പൂർണ്ണ ശുദ്ധീകരണം അതിന് വേണം എന്നാണ്. ഏറ്റവും ഉത്തമം വെള്ളമാണ്. വെള്ളം ലഭ്യമാണെങ്കിൽ ആ വെള്ളം കൊണ്ട് നിങ്ങൾ ശുദ്ധിയാക്കണം. വെള്ളത്തെക്കുറിച്ച് അൻഫാലിലെ 11-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറക്കും. ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്കിതാ വെള്ളം അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നു. എന്തിനാണ് ലിയുതഹിറക്കും ബിഹി? ആ വെള്ളം മൂലം നിങ്ങൾ ശുദ്ധിയാക്കാൻ വേണ്ടി, നിങ്ങളെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. മലമൂത്ര വിസർജനമാവട്ടെ മറ്റ് കാര്യങ്ങൾക്കാവട്ടെ. ഇനി വെള്ളം കിട്ടാത്തപ്പോൾ വൃത്തിയുള്ള മറ്റു വസ്തുക്കൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കാം എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട്. ടിഷ്യൂ പേപ്പർ, അതുപോലെ തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന വലിച്ചെടുക്കുന്ന മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിക്കാം. ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ ത്വയ്യിബ. നിങ്ങൾക്ക് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇത്തരം വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്തണം എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വൃത്തിയുള്ള വസ്തുക്കൾ, നജസിനെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ശുദ്ധിയുള്ള കല്ല്, ടിഷ്യൂ പേപ്പർ തുടങ്ങിയതൊക്കെ ഇതിൽ ഉപയോഗിക്കാം, അല്ലേ? അതുപോലെ തന്നെ ഇസ്ലാം വളരെ കൃത്യമായി പറയുന്ന ഒരു നിർദ്ദേശമാണ് ശുദ്ധീകരണ രംഗത്ത് വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കണം. നമസ്കാരത്തിന് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അവൻ നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കണം. അത് നിസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ്, നിബന്ധനയാണ്, അല്ലേ? പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം ആറാഫിൽ 31-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഓ ആദമിൻ്റെ സന്തതികളെ, അഥവാ ആദം സന്തതികൾ, മനുഷ്യപുത്രന്മാരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. എല്ലാ ആരാധനാലയത്തിൻ്റെ അടുത്തും എല്ലാ മസ്ജിദിൻ്റെ അടുത്ത് വെച്ചു നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ അലങ്കാരം, നല്ല വൃത്തിയുള്ള വസ്തുക്കൾ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം എന്ന് പറയുന്നുണ്ട്. സൂറത്ത് മുദ്ദസ്സിറിൽ അല്ലാഹ് പറയുന്നുണ്ട്, വസിയാബക ഫതഹിർ. നിൻ്റെ വസ്ത്രം മുന്തിയ വസ്ത്രമില്ലെങ്കിലും ഉള്ള വസ്ത്രം വൃത്തിയാക്കി അലക്കി നീ ഉപയോഗിക്കണം, ശുദ്ധിയാക്കണം എന്നാണ്. അപ്പോൾ ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നതാണ്. ഒരാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വസ്ത്രം അവൻ ധരിക്കുന്നതിന് ഇസ്ലാം എതിരല്ല, അങ്ങനെ ധരിക്കണം എന്നാണ്. ഒരാളിലുള്ള അനുഗ്രഹം അവനിൽ കാണുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ നമ്മളുടെ സാമ്പത്തിക നില അനുസരിച്ചുള്ള
വികലവുമല്ലാത്ത രൂപത്തിലുള്ള എല്ലാ വസ്ത്രങ്ങളും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തിന് പുറമെ ഭക്ഷ്യവസ്തുക്കളുടെ ശുചിത്വവും അതിൻ്റെ കരുതലും ഇസ്ലാം വളരെയധികം നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ അടച്ചു വെക്കണം. കുടിക്കാനുള്ള വെള്ളം നിങ്ങൾ മൂടി വെക്കണം. അങ്ങനെ തുറന്നിടരുത്. അങ്ങനെ തുറന്നിട്ടാൽ അതിൽ മറ്റു വസ്തുക്കൾ വന്ന് വീണ് അത് അഴുക്കാക്കും. ഖത്തുൽ ഇനാ, നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. ഔഖു അസ്സിഖാ, നിങ്ങളുടെ കുടിക്കുന്ന വെള്ളത്തിന് നിങ്ങൾ മൂടിയിടണം. പാത്രം നിങ്ങൾ മൂടി വെക്കണം. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഉച്ഛ്വസിക്കുന്ന വായു അതിൽ വരാൻ പാടില്ല. നിങ്ങൾ അതിൽ ഊതി കുടിക്കരുത്. കാരണം ഊതുമ്പോൾ നമ്മൾ മലിനമായ വായുവാണ് പുറത്തേക്ക് വിടുന്നത്. അത് വെള്ളത്തിലായി അത് വീണ്ടും കുടിക്കാൻ ഇടവരും എന്നാണ്. ഇതാ ശരിബാഹദുക്കും ഫലായത്തനഫസ് ഫിൽ ഇനാർ. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കുടിക്കുന്ന പാത്രത്തിലേക്ക് നിങ്ങൾ ഊതരുത് എന്നാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ അൻ യുതനഫസ ഫിൽ ഇനായി ഔ അൻ യുൻഫഖ ഫീ. നബി അത് നിരോധിച്ചിട്ടുണ്ട് എന്നാണ്. വെള്ളം കുടിക്കുമ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശം ഇസ്ലാം പറയുന്നുണ്ട്. അതും ആരോഗ്യരംഗത്ത് വളരെ അനിവാര്യമാണ് എന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ, ആരോഗ്യരംഗത്തുള്ള ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കണം. ഇരുന്നിട്ട് കുടിക്കണം. ഇരുന്നാണ് കുടിക്കേണ്ടത്. അതുതന്നെ 3 ഇറക്കായിട്ട്, കുറച്ച് വെള്ളമാണെങ്കിലും 3 ഘട്ടമായി 3 ഇറക്കായി കുടിക്കണം എന്നൊക്കെ ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ഉറങ്ങരുത്. ഭക്ഷണം കഴിച്ച് അല്പം നേരത്തെ ഭക്ഷണം കഴിച്ച ആ ഭക്ഷണം ദഹിച്ചതിന് ശേഷമേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. ഇമാം ബൈഹഖിയുടെ ഹദീസിൽ കാണാം, അദീബു തആമക്കും ബിദിക്രില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കലും നമസ്കാരവും ഒക്കെ നിർവഹിച്ച് ആ ഭക്ഷണം ഒന്ന് ദഹിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഉറങ്ങേണ്ടത് എന്നാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫതഖ്സത ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യമുണ്ടാകുമെന്നാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, മിതമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അമിതമായി ഭക്ഷിക്കരുത്. അഹിതമായ വസ്തുക്കളും കഴിക്കരുത്. ബാറിൻ്റെ 1/3 ഭക്ഷണവും 1/3 വെള്ളവും 1/3 കാലിയാക്കി വിടണം എന്നാണ്. അത് ആരോഗ്യരംഗത്ത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അല്ലേ? അതുപോലെ ആരോഗ്യരംഗത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശമാണ്, പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ഒരു നാട്ടിലേക്ക് നിങ്ങൾ പോകരുത്. അത് നിങ്ങളിലേക്കും അത് പകർന്നു പിടിക്കാൻ കാരണം. ഇനി ആ നാട്ടിലുള്ള ആളുകൾ, പകർച്ചവ്യാധി പടർന്നു പിടിച്ച നാട്ടിലുള്ള ആളുകൾ അവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് യാത്ര ചെയ്യരുത്. കാരണം എന്താ? ആ രോഗം മറ്റു രാജ്യങ്ങളിലേക്ക് പടരും. കൊറോണ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ? ചൈനയിൽ പടർന്നു പിടിച്ച കൊറോണ ഉണ്ടായപ്പോൾ കേരളത്തിലുള്ള ആളുകളോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ കൂട്ടാക്കിയില്ല. എല്ലാവരും ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് വന്ന് എന്താ സംഭവിച്ചത്? അതിവിടെ പകർന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം 4ാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിറിയ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ സെർഖ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, സിറിയയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടെ തന്നെ അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞു, ഞാൻ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതാ സമയത്തും ബിഹി ബി അർലിൻ, ആ പ്ലേഗ് രോഗം ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ ഫലാ തഖദ്ദമു അലൈഹി, അവിടേക്ക് നിങ്ങൾ പോകരുത്. ആരെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കിൽ വാൻതുംബിയ, നിങ്ങളുള്ള നാട്ടിലാണ് അത് ഉണ്ടായതെങ്കിൽ ഫലാ തഖ്റുജു, അവിടെ നിങ്ങൾ പുറത്തേക്ക് പോകരുത്. ക്വാറന്റൈൻ അന്ന് തന്നെ പ്രവാചകൻ നടപ്പിലാക്കി എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ വ്യക്തി ശുചിത്വ രംഗത്തും ആഹാര രംഗത്തും ഒക്കെ കൃത്യമായ നിർദ്ദേശം ഇസ്ലാം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തി ശുദ്ധീകരണം പോലെ തന്നെയാണ് നമ്മുടെ പരിസര ശുദ്ധീകരണം. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കി വൃത്തിയാക്കി വെക്കണം എന്നാണ്. വൃത്തിഹീനമായ വീടും പരിസരവും രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് അല്ലേ? രോഗാണുക്കളും കൊതുകുകളും പെറ്റുപെരുകി എല്ലാ രോഗങ്ങളും പകരുന്ന ഒരവസ്ഥ ഉണ്ടാകും. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇത്തഖു അൽ മലായിന സലാസ, 3 ശപിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നെന്താണ്? അൽ ബിറാസ ഫിൽ മവാരിദ്, ജല ഉറവിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുക. അഥവാ ഒരു ഉറവജലം വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കേണ്ട ആ സ്ഥലങ്ങളിൽ പോയിട്ട് മലമൂത്ര വിസർജനം നടത്തി അത് മലിനമാക്കാൻ പാടില്ല. ജലം മലിനമാക്കാൻ പാടില്ല. വഖാരിയത്ത് തരീഖ്, വഴിക്കവലകളിൽ ആളുകൾ ഇരിക്കുന്ന വഴിക്കവലകളിൽ പോയിട്ട് മലമൂത്ര വിസർജനം നടത്തുക.
നെല്ല് ആളുകൾ തണലേകുന്ന മരത്തിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത്. അതെല്ലാം പരിസരത്തിനെ പരിസരത്തിനെ അശുദ്ധമാക്കുന്നതാണ്, അതുകൊണ്ട് അത് പാടില്ല എന്നാണ്. അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത്, അത് ആ വെള്ളത്തെ അശുദ്ധമാക്കും. ആ വെള്ളം മനുഷ്യന് ഏറ്റവും അനിവാര്യമായതാണ്, അത് അശുദ്ധമാക്കാൻ പാടില്ല, അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തുറന്ന പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഒരുപാട് രോഗങ്ങളെ അത് പരത്തും, ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകും എന്നാണ്. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് പകുതിയോളം ജനങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യമില്ല, അതിനുള്ള കക്കൂസുകളില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്യമായിട്ടാണ് അത് നടത്തുന്നത്. അത് രോഗങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പ്രവാചകൻ പറഞ്ഞു. നെല്ലിഫു അഫ്നിയത്തക്കും വ സാഹാത്തിക്കും വലാ തശബ്ബഹു ബിൽ യഹൂദ് ഇമാ തുർമുദ് ഹദീസാണ്. നിങ്ങളുടെ പരിസരങ്ങളും മുറ്റങ്ങളും ഒക്കെ നിങ്ങൾ വൃത്തിയാക്കണം, ജൂതന്മാരെ പോലെ നിങ്ങൾ ആവരുതെന്നാണ്. ജൂതന്മാർ വൃത്തി കുറഞ്ഞ ആളുകളാണ്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കാനുള്ള മാർഗം കണ്ടെത്തണം. നമ്മൾ വീടിൻ്റെ പറമ്പിലോ മറ്റോ സംസ്കരിക്കണം. അത് വെളിസ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കരുത് എന്നാണ്. മാലിന്യം വലിച്ചെറിഞ്ഞ് രോഗാണുക്കൾ പരന്ന് രോഗം വന്നാൽ അതിൻ്റെ കാരണക്കാരൻ അത് നിക്ഷേപിച്ച ആളാണ് എന്നാണ്. അതിന് അവൻ കുറ്റക്കാരനാണ്. അതിലൂടെ രോഗം വന്നാൽ അതിന് കാരണക്കാരൻ അവനാണ് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ പരിസര ശുദ്ധീകരണവും അതും ആരോഗ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് ഇസ്ലാം ചൂണ്ടിക്കാണിക്കുകയാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സമൂഹത്തിൻ്റെ ശുചിത്വം. നമ്മൾ ശുദ്ധിയായി നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് സമൂഹത്തിനെ ആകെ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാമൂഹിക ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും ബാധ്യതയാണ്. അപ്പം വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സാമൂഹിക ആരോഗ്യം ഇതെല്ലാം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ട് ഇസ്ലാം അത് നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട്. മറ്റേതൊരു മതത്തെക്കാളും മറ്റൊരു ആരോഗ്യ സംഘടനയെക്കാളും വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നൊരു മതമാണ് ഇസ്ലാം. പക്ഷെ നമ്മൾ ഇന്ന് ആശുപത്രികൾ പോയി നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന രോഗിയോടൊരു കണക്കെടുക്കുകയാണെങ്കിൽ 50% മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ്. അപ്പോൾ എന്തേ കാരണം? ഇത്ര നല്ല ആരോഗ്യരംഗത്തെ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു മതത്തിൻ്റെ വക്താക്കൾ എങ്ങനെ ഇത്രയധികം രോഗികളായി എന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിൻ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല. അവർ വലിയ വീടുകളുണ്ടാക്കുന്നു, പക്ഷേ അത് ശുദ്ധിയാക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല, പരിസരം ശുദ്ധിയാക്കുന്നില്ല. ഭക്ഷണരംഗത്ത് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിക്കുന്നില്ല, കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നു, അതിന് ടൈമിംഗ് ഇല്ല. അങ്ങനെ അമിത ആഹാരം കൊണ്ട് അവർ ബുദ്ധിമുട്ടുക, രോഗങ്ങളുണ്ടാകുകയാണ്. അങ്ങനെ രോഗങ്ങളെ അവർ വിളിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. രോഗങ്ങളെ നമ്മൾ അകറ്റി നിർത്തണം, ആരോഗ്യം നമ്മൾ നിലനിർത്തണം, അല്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യം ആവശ്യമാണ്. അള്ളാഹുവുള്ള കടപ്പാടും സമൂഹത്തോടും കുടുംബത്തോടും സ്വന്തം ശരീരത്തോടുമുള്ള കടപ്പാടുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് നമ്മൾ പോകണം. അതിന് നമുക്ക് ആരോഗ്യം ഉണ്ടാവണം എന്നാണ്. അന്നല്ലാഹത്ത് തദൂ ഇലൽ ഈമാൻ, വൃത്തി എന്നുള്ളത് മനുഷ്യനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കും. വലീമാനുമായ സ്വാഹിബിലെ ജന്ന, വിശ്വാസം മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ്. അപ്പോൾ നമ്മൾ ഈ നിർദ്ദേശങ്ങൾ, ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അള്ളാഹുവിനോട് നിങ്ങൾ ആരോഗ്യം ലഭിക്കുവാനും മാപ്പ് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ പറയും. അതിനുവേണ്ടി ചില പ്രാർത്ഥനകൾ നമ്മളെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. പ്രവാചകൻ ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നാണ്. എന്താൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, എൻ്റെ ശരീരത്തിൽ എനിക്ക് നീ ആരോഗ്യം നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമി, എൻ്റെ കേൾവിയിലും, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എൻ്റെ കാഴ്ചയിലുമൊക്കെ നീ ആരോഗ്യം നൽകണമേ. ലാ ഇലാഹ ഇല്ലാ അൻത. പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇതേമാതിരി മറ്റൊരു ഹദീസും
ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അതും ചെറിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുക്ക, എന്നോട് ചോദിക്കുന്നു, അൽ അഫ്വ, മാപ്പ്, തെറ്റുകളിൽ നിന്ന് മാപ്പ്. അതേമാതിരി വൽ ആഫിയത്ത, എൻ്റെ ശരീരത്തിൽ എനിക്ക് ആരോഗ്യം നൽകാം, ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹപര ലോകത്തിൽ. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് സ്വോദ്ദേശപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകൾ നമ്മുടെ ദുആകളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ആരോഗ്യം കാത്ത് സംരക്ഷിക്കും. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. അതിനുവേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ രൂപത്തിൽ ഈ ആരോഗ്യ രംഗത്ത് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. അള്ളാഹു ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.